നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് ഹാങ്ഡ് മാൻ, രണ്ടാമത്തെ പേജ് ഓഫ് വാൺസ്, ദ മജീഷ്യൻ, 8 ഓഫ് കപ്പ്. 4 കാർഡുകളാണ് കിട്ടിയത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പാസ്റ്റിൽ. ചില കാര്യങ്ങളിലുള്ള പിടിവാശികളാണ് നിങ്ങളെ അത് അങ്ങനെ നിർത്തിയിരുന്നത് എന്ന് കാണാം. അതുകൊണ്ട് നിങ്ങൾ ചില വേണ്ടാത്ത കാര്യങ്ങൾ പിടിച്ചു വച്ച് ഇരുന്നതാണ് അതിന് കാരണം. ആ ഒരു ശീലം മാറ്റുവാൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു എന്ന് കാണുന്നു. പേജ് ഓഫ് വാണ്ട് എന്ന ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങളിലെ വിശ്വാസങ്ങൾ ഒരു ലിമിറ്റ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികളിലുള്ള വിശ്വാസങ്ങൾ കുറവായിരുന്നു എന്നും നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള മേഖലയിൽ എത്തിപ്പെടുമോ എന്നുള്ളൊരു പേടിയും ഒരു തടസ്സവും നിങ്ങൾ സ്വയം മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള പേടികളായിരുന്നു പലതും എന്ന് കാണുന്നു. ഇവിടെ മജീഷ്യൻ എന്ന കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങളിലും പല വഴികളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അത് നിങ്ങളുടെ എനർജിയെ ബ്ലോക്കായി വച്ചിരുന്നു എന്ന് കാണുന്നു. ഇവിടെ 8 ഓഫ് കപ്പ് എന്ന ഈ കാർഡിൽ പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും ചെയ്തിരുന്ന കാര്യങ്ങളിൽ റിഗ്രറ്റ് ചെയ്തിരുന്നു. അതായത് അത് ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റക്കായ ഫീലിങ്ങിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ചില കാര്യങ്ങളിലുള്ള പേടി കാരണം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഭയമായിരുന്നു. അല്ലെങ്കിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേടിയും ഭയവും ഇതുകൊണ്ടാണ് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ ശീലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാനുള്ള ഉയരങ്ങൾ വളരെ അധികമാണ് എന്ന് കാണുന്നു. നന്ദി, നമസ്കാരം.